ജീവിതത്തില് ഏറ്റവും പ്രധാനം ജാഗ്രതയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഭംഗിയുള്ളതുണ്ടാവും, പ്രയാസപ്പെടുത്തുന്നതുണ്ടാവും, ശ്രദ്ധ തെറ്റിക്കുന്നതുണ്ടാവും, പേടിപ്പെടുത്തുന്നതുണ്ടാവും, ഭീഷണിപ്പെടുത്തുന്നതുണ്ടാവും. ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ എന്നും ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനം. ഇതെല്ലാം മാറിയിട്ട് എല്ലാറ്റിൽ നിന്നും മാറി ഒളിച്ചോടി രക്ഷപ്പെട്ടു പോവാൻ ഒരു മനുഷ്യൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. കാട് നമ്മൾ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിനപ്പുറത്തേക്ക് അങ്ങനെ ആണോ? അത് ശരിയല്ലേ? നിങ്ങൾക്ക് ഉത്തരം പറയാം. ആർക്കും ഇതിലിപ്പോൾ ഓഡിറ്റോറിയത്തിലുള്ള ആർക്കും ഉത്തരം പറയാം. അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ ദിവസം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഈ പറയുന്ന പ്രശ്നങ്ങളോ ഭീഷണിയോ ദുഃഖമോ സങ്കടമോ സന്തോഷമോ പ്രയാസമോ ജാഗ്രതയോ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും? എന്താ റഹ്മാൻ സാർ പറയുന്നു? വേറെ ശരിയാണ് സാർ പറഞ്ഞ കറക്റ്റ്. അതെ അതെ, കഴിയില്ല. കഴിയില്ല. എക്സാക്ട്ലി. ഓക്കെ. നമ്മൾ ഇന്നെല്ലാം ശരിയാക്കി നാളെ ഇതൊക്കെ റെഡിയാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല. നാളെ രാവിലെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പം ലൈഫ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് നമ്മൾ പറയും ചിലർ നിരാശയോട് ദുഃഖത്തോടെ സങ്കടത്തോടെ, ഓ ഇതെന്തൊരു കഷ്ടമാണ്, എന്നും ഇങ്ങനെ തന്നെ. എന്നാൽ ജീവിതത്തിൽ ഒരു മോക്ഷം ഉണ്ടാവുക, എന്നാ ഒരു രക്ഷ ഉണ്ടാവുക, എന്നാ നമ്മളൊന്ന് ഫ്രീ ആവുക, എന്നാണ് സമാധാനത്തോടു കൂടി ഇത് ജീവിക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കും ആൾക്കാർ. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയുടെ മർമ്മം. കാരണം യു ഹാവ് ടു റിപ്പീറ്റ് ഡെയിലി. എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്തേ പറ്റൂ, അതിനെ ഓവർകം ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അതല്ലാതെ ഇതെല്ലാം തീർന്നിട്ട് പണ്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് ഇടിക്കുന്ന കടൽ കാണാൻ വന്ന ഒരാളുടെ തമാശയോ കഥയോ പറഞ്ഞതുപോലെ ബക്കറ്റും കൊണ്ട് വന്നിട്ട് എനിക്ക് വരുമ്പോൾ നീ തിര കോടി ഏർ കടലിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ല. കടപ്പുറത്ത് ബക്കറ്റുമായി കാത്തിരിക്കണം വെള്ളം കോരാൻ വേണ്ടി. അപ്പൊ തിര വന്നു. തിര വന്നപ്പോൾ ബക്കറ്റുമായിട്ട് തിരിച്ചു പോയിക്കോട്ട് വന്നിട്ട് പറഞ്ഞു അടുത്ത തിര നിൽക്കട്ടെ എന്നിട്ട്. വീണ്ടും തിര വന്നു. വീണ്ടും ബക്കറ്റ് പോയി അങ്ങോട്ട് പോയി തിര ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ ഈ മനുഷ്യന് വെള്ളം എടുക്കാൻ, തിര മാറിയിട്ട് വെള്ളം എടുക്കാന്ന് വിചാരിച്ച് അതിന് തൊട്ടടുത്തുള്ള കാറ്റാടിയുടെ ചോട്ടിൽ ബക്കറ്റുമായിട്ട് ഇരുന്നാൽ കേൾക്കുന്ന നിങ്ങൾ പറ, എന്നായിരിക്കും ഇദ്ദേഹം ഈ ബക്കറ്റിൽ വെള്ളം കൊണ്ട് തിരിച്ചു വീട്ടിൽ പോവാ? തിര മാറിയിട്ട് വെള്ളം എടുക്കാന്ന് വിചാരിച്ചാൽ നടക്കൂ? നടക്കില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് എല്ലാം ശാന്തമായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ എന്ന് വിചാരിക്കില്ല. ജീവിക്കുക എന്നുള്ളത് ഇതിന്റെ കൂടെയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഓവർകം ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യലാണ് നമ്മുടെ ജീവിതം. അതല്ലാതെ ഇനി നാളെ വേറൊരു സ്വസ്ഥത, വേറൊരു സമാധാനം എന്നല്ല. മനുഷ്യൻ അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ ബീയിങ്സിൽ മാത്രമാണ് ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ചാലഞ്ച് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളോട് ചോദിച്ചു, നിനക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ചാലഞ്ചിങ് ആണ് ഇഷ്ടം. ഒരു പുതിയൊരു ചാലഞ്ച് ചെയ്യുന്ന ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ രസത്തോടു കൂടി ഏറ്റെടുത്തിട്ട് ഞാൻ അതിനെ ഓവർകം ചെയ്യാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് എന്നിട്ട് ഞാനത് ഇത്ര സമയം കൊണ്ട്, ഇത്ര മിനിറ്റ് കൊണ്ട്, ഇത്ര ദിവസം കൊണ്ട്, ഇത്ര മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് വളരെ മനോഹരമായ ഹാപ്പിനെസ് എടുക്കും. അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ചാലഞ്ചുകൾ മാത്രമാണ് അവനിഷ്ടം. ഏറ്റവും ടഫായിട്ടുള്ള ചാലഞ്ചുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഒരു ചെറിയ മുള്ളുകുത്തിയ വേദന വരുമ്പോഴേക്കും ക്യാൻസർ വന്നതുപോലെ ബിഹേവ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ വീട്ടിലും ഉണ്ടാവും, അയൽപ്പക്കത്തിലും ഉണ്ടാവും.
ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചില ആളുടെ മുഖങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടാവും. അവർ ചാലഞ്ച് എടുക്കുന്ന ആൾക്കാരാണോ അവർ പ്രയാസങ്ങളെ ഭീകരമാക്കി ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ആളുകളാണ് അവർ. മറ്റുള്ളവരെ ജീവിതം പോലും ദുസ്സഹമാക്കി കളയവർ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകളെ ആണോ അല്ലേ നമ്മൾ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ഈ സകലമാന പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നിടത്താണ് ശരിക്കും അഘ അങ്ങേയറ്റം ദാരിദ്ര്യം, പ്രയാസവും സാമ്പത്തിക പ്രതിസന്ധിയും മുഴുവൻ കുടുംബപരമായ പ്രശ്നങ്ങളും ഞെരുക്കി ഞെരുങ്ങി ജീവിക്കുന്ന ആളുകൾ നമ്മൾ കാണാം ചിലപ്പോഴൊക്കെ. പക്ഷേ വസ്ത്രം കൊണ്ടോ അവരുടെ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവരുടെ രീതി കൊണ്ടൊന്നും ഒരിക്കലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ അവരിൽ ഉണ്ട് എന്ന് ഒരിക്കലും നമുക്ക് കാണാനും കണ്ടെത്താനും സംസാരിച്ചാൽ അറിയാൻ പോലും സാധിക്കില്ല. ഈ ഒരു പ്രവൃത്തി ഇതൊരു മനുഷ്യന്റെ കഴിവാണ്. അതിന് പകരം നേരത്തെ പറഞ്ഞ മുള്ളു കുത്തിയോ എന്ന് തോന്നുമ്പോഴേക്ക് ക്യാൻസർ വന്നതുപോലെ ആക്ട് ചെയ്യുകയോ ബിഹേവ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളെയും കാണാം. മുള്ളു കുത്തിയിട്ടുണ്ടാവില്ല, മുള്ളു കുത്തിയതുപോലെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടാവും വെറുതെ. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി നിലനിർത്തി കണ്ടാൽ സൊല്യൂഷനുകൾ നമുക്കൊരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഓരോ കൊച്ചു പ്രശ്നങ്ങളും ഈ സമയവും കടന്നു പോകും, ആ പ്രശ്നം കടന്നു പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തൊരു മികച്ച സൊല്യൂഷൻ നമുക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. വേട്ടക്കാരൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഴഞ്ഞു പോകുന്ന വിഷമുള്ള പാമ്പിനെ കണ്ട് നോക്കി നിന്ന് തന്റെ ലക്ഷ്യം മറന്നുപോയാൽ ഒരു പക്ഷെ വളരെ കൂളായിട്ട് ആ വിഷപ്പാമ്പ് അതിലൂടെ പോയിക്കോളും. ഞാൻ സ്ഥിരമായി കാണാറുള്ളതാണ്. അത് നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ വിജയിക്കുന്നതാണ്. അപ്പോ ചുറ്റുപാട് നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആർ യു റെഡി ടു ഓവർകം ദ ചാലഞ്ചസ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളെ വളരെ മനോഹരമായി ഓവർകം ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതാണ് ചോദ്യം. Is I am ready to challenge and overcome all these odds, all these issues. ഈ ഇഷ്യൂസ് എന്ന് തോന്നുന്ന ഓരോന്നിനെയും ഞാൻ ഓവർകം ചെയ്യാം, ഞാൻ ചാലഞ്ച് ചെയ്യാം, ഞാൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ചെറിയൊരു സങ്കടം ഉണ്ടാകുമ്പോഴേക്ക് അത് താങ്ങാൻ പറ്റാത്ത ആളുകളാണ് പുഴയുടെ പുഴയിലേക്ക് ചാടിയും റെയിൽവേ ട്രാക്കിലേക്ക് പോയും. See, ഇതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അഭിമാനവും ദുരഭിമാനവും കൂട്ടിമുട്ടുന്നിടത്ത് മനുഷ്യന് അപകടത്തിലേക്ക് പോവാറുണ്ട്. തൊട്ടടുത്ത വീട് വലിയ വീടാകുമ്പോൾ എൻ്റെ വീട് അതിനെ പോലെ വീടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ലോൺ എടുത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവാറ്. തേങ്ങ പൊട്ടിക്കുമ്പോൾ ചിരട്ടയെങ്കിലും പൊട്ടിക്കണ്ടേ എന്നുള്ള തോന്നൽ അഭിമാനത്തിന്റെ അപ്പുറത്തേക്ക് ദുരഭിമാനത്തെ മെയിൻറ്റെയിൻ ചെയ്യലായി. അപ്പോ പ്രോബ്ലങ്ങൾ കൊണ്ട് പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അയൽപ്പക്കത്ത് മികച്ചൊരു വാഹനമോ ഫ്രിഡ്ജോ വന്നതിനെ നമ്മുടെ വീട്ടിൽ അതുപോലെ ഉണ്ടാക്കണം എന്നുള്ളത് അത് നമുക്കൊരു ചാലഞ്ചായി കണ്ടിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പുതിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോയാൽ പ്രോബ്ലങ്ങളെ പ്രോബ്ലങ്ങൾ കൊണ്ട് ചാലഞ്ച് ചെയ്യുന്നത് പോലെ സൊല്യൂഷൻ കൊണ്ട് ചാലഞ്ച് ചെയ്യാതിരുന്നാൽ വലിയ പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കും. എന്തു ഗുരുതരമായ അപകടമാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് സൊല്യൂഷൻ കൊണ്ട് മാത്രമാണ് പ്രോബ്ലങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുക, അല്ലാതെ പ്രോബ്ലങ്ങൾ കൊണ്ട് പ്രോബ്ലങ്ങൾ ഓവർകം ചെയ്യാൻ സാധിക്കില്ല. തേങ്ങ പൊട്ടിക്കുമ്പോൾ ചിരട്ട പൊട്ടിക്കണ്ടേ എന്നുള്ളത് സൊല്യൂഷനിലേക്കുള്ള യാത്രയല്ല, കൂടുതൽ അഗാധമായ പ്രോബ്ലങ്ങളിലേക്കുള്ള ഗർത്തങ്ങളിൽ വന്നു വീഴാനുള്ള യാത്രയാണ്. അപ്പോൾ ചാലഞ്ച് ചെയ്യേണ്ടത്, കൂളായിട്ട് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യമാണ്.
ദൈനംദിന ജീവിതം മനോഹരമായി മുന്നോട്ട് പോകാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ജീവിതം ജീവിക്കേണ്ടത് മുന്നോട്ട് നോക്കിയാണെങ്കിലും ജീവിതം പഠിക്കേണ്ടത് പുറകോട്ട് നോക്കി തന്നെയാണ്. സാധിക്കട്ടെ എല്ലാവർക്കും, നമുക്കൊക്കെ അതിന് കഴിയട്ടെ എന്ന് വളരെ വലിയ ചിന്തയും പ്രാർത്ഥനയുമായി ഈ പ്രഭാതത്തിൽ ചാലഞ്ചുകളെ ഓവർകം ചെയ്യാനുള്ള അതിശക്തമായ ഒരു മാനസികാവസ്ഥയുമായി, പ്രോബ്ലങ്ങൾ കൊണ്ട് പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുന്നതിന് പകരം സൊല്യൂഷൻ കൊണ്ട് പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു so much and love you all. Thank you, sir. Thank you so much. Thank you. Okay, thank you, sir. Thank you.